അങ്ങനെ നമ്മുടെ 'ബിഗ് ബോസ്' മലയാളം സീസൺ 7 അവസാനിച്ചു എന്ന് തന്നെ പറയാം. ഇനി നാളെ നമ്മള് ആര് ജയിക്കും എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത്. ലൈവൊക്കെ ഇന്നത്തോടെ തന്നെ കഴിഞ്ഞു. ഇന്നത്തെ എപ്പിസോഡില് അവരുടെ തയ്യാറെടുപ്പുകളും മറ്റ് കാര്യങ്ങളും ഒക്കെയാണ്. പിന്നെ ഓരോരുത്തരും ആ കണ്ണാടിയിൽ നോക്കി സംസാരിച്ച കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് അവസാനം 1 ഡേ ടു ഗോ എന്ന് എഴുതിയിരിക്കുന്ന ആ ഒരു ബാനറിന്റെ പുറകിലായിട്ട് എല്ലാവരും വന്ന് നിന്നു. ബിഗ് ബോസ് പറഞ്ഞു, ഇന്നത്തോടെ ലൈവ് സ്ട്രീമിംഗ് തീരാണ്. സീസൺ 7 അവസാനിക്കാൻ പോവാണ്. നാളത്തോടു കൂടി വിന്നർ വരുന്നു, അവസാനിക്കുന്നു. സോ ഈ ഗെയിമിന്റെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ഗെയിം അവസാനിക്കുകയാണ്. സോ ഈ നിൽക്കുന്ന 5 പേരും ഈ 5 പേരും വിജയികളാവാൻ അർഹരായിട്ടുള്ള ആൾക്കാരാണ്. കാരണം പല പല പ്രതിസന്ധികളെ തരണം ചെയ്ത് തന്നെയാണ് ഇവരവിടെ എത്തിയത്. അതില് കൂടുതൽ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നവരുണ്ട്, കുറച്ച് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നവരുണ്ട്. പക്ഷേ അതിജീവനം എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റില് ആ ഷോയിൽ എല്ലാ തരത്തിലുള്ള അതിജീവനവും നടത്തി എത്തി നിൽക്കുന്ന 5 പേര്. ആര് ജയിച്ചാലും സന്തോഷമേ ഉള്ളൂ. ഡിസർവിംഗ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ടോപ്പ് 5 എത്തിയിരിക്കുന്നത്. പല സീസണുകളിലും നമ്മൾ ഒന്നും ചെയ്യാതെ നിൽക്കുന്ന, സേഫ് ഗെയിം കളിച്ചൊക്കെ നിൽക്കുന്ന കണ്ടസ്റ്റൻസ് ഒക്കെ എത്തിയതായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ 5 പേരും സേഫ് ഗെയിമേഴ്സ് അല്ല എന്നുള്ളൊരു പ്രത്യേകത പ്രത്യേകിച്ച് എടുത്ത് പറയാനുണ്ട്. ഈ 5 പേരും സേഫ് ഗെയിമേഴ്സ് അല്ല. അതുകൊണ്ട് തന്നെ നൂറ ടോപ്പ് 5 വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ നൂറ ഇപ്പൊ ഇതിനകത്തുനിന്ന് ഒരാളെ എടുത്ത് മാറ്റിയിട്ട് നൂറയെ വെക്കാൻ പറഞ്ഞാൽ ഒരാളെ എടുത്ത് മാറ്റാൻ എന്നെ കൊണ്ട് പറ്റില്ല. നൂറ വന്നാലും ആ ഒരു വേറെ ഇതിൽ നിന്നൊരാൾ പോയിട്ട് നൂറ വന്നാലും ഡിസർവിംഗ് ആണെന്ന അഭിപ്രായമേ എനിക്കുള്ളൂ. പക്ഷേ നൂറയ്ക്ക് പകരം ഇതിൽ നിന്ന് ആരെടുത്ത് മാറ്റണമെന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരം പറയാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം നൂറയും ഡിസർവിംഗ് ആയിരുന്ന ഒരാൾ തന്നെയാണ്. സോ എന്തായാലും നൂറ ടോപ്പ് 6 വന്നു, ആദില ടോപ്പ് 7 വന്നു. ഇവര് 5 പേര് ടോപ്പ് 5 വന്നു. ഇനി ടോപ്പ് 3 ഉണ്ട്, ടോപ്പ് 2 ഉണ്ട്. ഫൈനലായിട്ട് വിൻ ചെയ്യുന്ന ഒരാളും ഉണ്ടാവും. സോ ഗെയിമിന്റെ ഭാഗമായിട്ട് നമ്മൾ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഫാൻ ഫൈറ്റുകളിൽ പോയി പെട്ടിട്ടുണ്ട്. PR-കളുമായിട്ട് ഉടക്കേണ്ടി വന്നിട്ടുണ്ട്. അതെല്ലാം ഈ ഒരു ഗെയിമിന്റെ ഭാഗം മാത്രമാണ്. ഗെയിം അവസാനിക്കുന്നതോടുകൂടി അതിനകത്തുള്ള നമ്മുടെ വിമർശനങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ എല്ലാ തരത്തിലുമുള്ള പ്രതികരണങ്ങളും അവിടെ തീരുകയാണ്. ഈ ഷോയിലേക്ക് വരുന്ന ഓരോ കണ്ടസ്റ്റൻസും ഒരു ഗെയിം കളിക്കാനാണ് അവിടെ വന്നതെന്ന വ്യക്തമായ ബോധ്യം എനിക്കുണ്ട്. ആ ഗെയിമിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമ്മുടെ അഭിപ്രായ പ്രകടനങ്ങൾ നമ്മളും പറഞ്ഞിട്ടുള്ളത്. അത് ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ഷോയിൽ ഇപ്പോൾ നിൽക്കുന്ന ടോപ്പ് 5 ആയിക്കോട്ടെ, ഇതിന് മുന്നേ വന്നവരായിക്കോട്ടെ, ദയവായി ക്ഷമിക്കുക. പാർട്ട് ഓഫ് ഗെയിമാണ്. അതിനപ്പുറം വേറെ യാതൊന്നുമില്ല. ഈ ഷോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ തോന്നുന്ന വികാരങ്ങളും അഭിപ്രായങ്ങളും ഒക്കെയാണ് പലപ്പോഴും പങ്കുവച്ചിട്ടുള്ളത്. അത് പലരെയും വേദനിപ്പിച്ചിട്ടുണ്ടാകാം, ചിലപ്പോൾ പലർക്കും സന്തോഷം നൽകിയിട്ടുണ്ടാവാം, അറിയില്ല. സോ അതെല്ലാം ഈ ഗെയിമിന്റെ ഒരു ഭാഗമായിട്ട് മാത്രം ദയവായി കരുതുക. ഗെയിം അവസാനിക്കുന്നതോടുകൂടി നമ്മൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങളും അവസാനിപ്പിക്കുകയാണ്. ഓരോരുത്തരും ഈ ഷോയിലേക്ക് വരുന്ന ഓരോരുത്തരും അവരുടെ റിയൽ ലൈഫിൽ നല്ല മനുഷ്യന്മാർ തന്നെയാണ്. ഇപ്പൊ ഇവിടെ 10-25 പേര് ഈ സീസണിൽ വന്നിട്ടുണ്ട്. ഈ ഷോയ്ക്കകത്ത്, ഗെയിമിനകത്ത് അവരിൽ നല്ലവരും നായകന്മാരും വില്ലന്മാരും ദുഷ്ടകഥാപാത്രങ്ങളും ഒക്കെ ഉണ്ടാകാം. പക്ഷേ ഷോയ്ക്ക് പുറത്ത് റിയൽ ലൈഫിൽ എല്ലാവരും നമ്മളെയൊക്കെ പോലെ പച്ചയായ സാധാരണ മനുഷ്യരാണ്, മര്യാദയ്ക്ക് ജീവിച്ചു പോകുന്ന മനുഷ്യരാണ്. ഇതിനകത്ത് അതിജീവിക്കാനായിട്ട് ഇവർ ഓരോരുത്തരും എടുത്തണിഞ്ഞ കുപ്പായങ്ങളാണ് വില്ലന്റെയും അല്ലെങ്കിൽ വിദൂഷകന്റെയും അല്ലെങ്കിൽ നായകന്റെയും ഒക്കെ വേഷങ്ങളെന്ന് പറയുന്നത്, കോമഡി താരത്തിന്റെയും ഒക്കെ വേഷങ്ങളെന്ന് പറയുന്നത്. സോ ആ ഒരു സെൻസിൽ മാത്രമാണ് ഞാൻ എൻ്റെ വിമർശനങ്ങളാണെങ്കിലും അല്ലെങ്കിൽ സപ്പോർട്ടുകളാണെങ്കിലും ഈ ഷോയിലൂടെ നൽകിയിട്ടുള്ളത്. ഇനിയിപ്പോൾ നാളെ പുറത്തിറങ്ങിയിട്ട് ഇവരെന്ത് പറയുന്നു, എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമ്മളെ ബാധിക്കുന്ന വിഷയമേ അല്ല. സോ ഈ ഒരു സീസൺ 7 ഇപ്പോൾ അവസാനിക്കുമ്പോൾ എല്ലാവരെയും, എല്ലാ പ്രേക്ഷകരെയും എന്ന പോലെ ഞാനും മിസ് ചെയ്യും. ഷോയെക്കുറിച്ച് സമ്മിശ്രമായ പ്രതികരണങ്ങളാണ്. നല്ല ഒരു സീസണെന്നും ഒരു കുഴപ്പമില്ലാത്ത സീസണെന്നും മോശമായ സീസണെന്നും ഒക്കെ ആളുകൾ പറയുന്നുണ്ട്. ബിഗ് ബോസിനെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ മറ്റൊരു നല്ല സീസൺ അവസാനിക്കുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. ഒരുപാട് അഭിപ്രായ ഭിന്നതകൾ, വ്യത്യാസങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകാം. പക്ഷേ ഷോ അവസാനിക്കുമ്പോൾ ഏതൊരു പ്രേക്ഷകനെയും എന്ന പോലെ 100 ദിവസം നമ്മൾ 24/7 കണ്ടുകൊണ്ടിരുന്ന ഷോയാണ്. എല്ലായ്പ്പോഴും ഇതിൻ്റെ നമ്മുടെ സിസ്റ്റത്തിൻ്റെ മുന്നിൽ തന്നെ ഇരുന്ന് അല്ലെങ്കിൽ ടിവിയുടെ മുന്നിൽ തന്നെ ഇരുന്ന് നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ അതിന് പകരം ഏത് വിധേനയും ലൈവ് കാണാനുള്ള ഒരു സാഹചര്യം ഒരുക്കി വെച്ച് മിസ് ചെയ്യാതെ കണ്ടിട്ടുള്ള ഒരു സീസണാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇവരെയൊക്കെ നമ്മൾ ഓരോരുത്തരും മിസ് ചെയ്യും, തീർച്ചയായിട്ടും മിസ് ചെയ്യും. ഇനി അടുത്ത ഒരു സീസണ് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്. ഇതിൽ ആര് വിജയിച്ചാലും സത്യസന്ധമായിട്ട് ഞാൻ പറയുന്നത് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് നാളെ അറിയാം ആരായിരിക്കും ആ വിജയി എന്നുള്ളത്. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.